DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരായ നീക്കങ്ങളിൽ സർക്കാരിന് തിരിച്ചടി. യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള വിജിലൻസ് ക്ലിയറൻസ് നൽകാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. 5 പ്രവൃത്തി ദിവസത്തിനകം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നാണ് ഉത്തരവ്. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, ഇതിപ്പോൾ ഈ ട്രൈബ്യൂണലിൽ നിന്ന് തുടർച്ചയായി സർക്കാരിന് തിരിച്ചടിയേൽക്കുന്ന സാഹചര്യമുണ്ട്. ഉദ്യോഗസ്ഥരോട് സ്വീകരിച്ച സമീപനവുമായി ബന്ധപ്പെട്ട് ബി അശോകിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അതിനു പിന്നാലെ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലും സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്നു. വിവരങ്ങൾ റാഫി കരീം. തീർച്ചയായും യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഒരു പിടിവാശിക്കാണ് ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ യോഗേഷ് ഗുപ്ത സമീപിക്കുന്നത് അദ്ദേഹത്തിന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് ക്ലിയറൻസിന് വേണ്ടിയാണ്. ഈ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നതിന് മുൻപ് 10 തവണയാണ് സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം യോഗേഷ് ഗുപ്ത ഉന്നയിച്ചത്. ഈ 10 തവണയും ഇത് നിരസിക്കുകയായിരുന്നു. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു മറുപടി ല്ല യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിച്ചത്. ഇതിനിടയിൽ പലവട്ടം സുപ്രധാനമായ പല പോസ്റ്റുകളിൽ നിന്നും അദ്ദേഹത്തെ അപ്രധാനമായ പോസ്റ്റുകളിലേക്ക് സ്ഥലമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ യോഗേഷ് ഗുപ്ത സമീപിക്കുന്നതും തുടർന്ന് ഇരു വിഭാഗങ്ങളുടെയും വാദം കൃത്യമായി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേൾക്കുന്നതും. അതിനുശേഷമാണ് സർക്കാരിനെതിരായി യോഗേഷ് ഗുപ്തയ്ക്ക് അനുകൂലമായ ഒരു നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് ഇന്നുണ്ടായത്. ഈ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് അനുസരിച്ച് 5 പ്രവൃത്തി ദിവസത്തിനകം യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ട് യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പേപ്പറുകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വിജിലൻസ് ക്ലിയറൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നൽകണമെന്നാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ചാണെങ്കിൽ അടുത്ത മാസം 7-ന് മുൻപ് യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ കേന്ദ്ര നിയമനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും എല്ലാ രേഖകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ടതുണ്ട്. ആ നിലയിലാണ് നിലവിൽ ഉത്തരവ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുൻപ് സർക്കാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.